ഇവിടെ ഇപ്പൊ കണ്ടസ്റ്റൻസ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജഡ്ജസ് തമ്മിൽ കോമ്പറ്റീഷൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അഖിൽമാരാർ അവിടുന്ന് ഒരു പോയിന്റ് പറയുമ്പോൾ റിയാസ് ഒരു പോയിന്റ് തിരിച്ചു പറയും. റിയാസ് എന്തെങ്കിലും കുത്തി പറയുമ്പോൾ അഖിൽമാരാർ തിരിച്ചു പറയുന്നു. രഞ്ജിനി ഹരിദാസ് രണ്ടുപേരെയും കുട്ടി പറയുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഷോർട്ട് ലിസ്റ്റ് ആയിക്കിട്ട് 20 പേരെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് 3 ടീമായി. അപ്പോൾ ഓരോ ജഡ്ജസിന്റെ അണ്ടറിൽ ഓരോ ടീം അങ്ങനെയാണ് സ്പ്ലിറ്റ് വരുന്നത്. ജഡ്ജസ് റാൻഡമായിട്ട് ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ ഓരോരോ പോയിന്റ് പറഞ്ഞിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം ഇവരുടെ ഒന്നും പേര് ഇവർക്ക് അറിയില്ലല്ലോ. റിയാസിന്റെ ടീമിലോട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി റിയാസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിലാർക്കാണ് അഖിൽമാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്തത് എന്ന് ചോദിക്കും. ലേഡി കൈവെക്കുന്നുണ്ട്. ആളെ റിയാസിന്റെ ടീമിലേക്ക് ആകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമർ ആയിരുന്നു അഖിൽ മാരാർ എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഉടനെ റിയാസ് പറയുന്നുണ്ട് അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നായതാണല്ലോ എൻ്റെ ടീമിലേക്ക്, എന്നിട്ടിപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? അഖിൽ മാരാറിനെ എനിക്ക് ഇഷ്ടമാണ്, അഖിൽ മാരാറിന്റെ ഗെയിം എനിക്ക് ഇഷ്ടമാണ്, അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ആണ് എനിക്ക് ഇഷ്ടമല്ലാത്തതെന്ന് ആ കുട്ടി എടുത്തു പറയുന്നു. അപ്പോൾ ഉടനെ അഖിൽ മാരാർ അത് റിയാസിന് ഒരു കൊട്ടായിട്ട് കൊടുക്കുന്നു. ഇതാണ് റിയാസിന് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം. ലാലേട്ടൻ എന്ന നടനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ലാലേട്ടനെയാണ് എനിക്കിഷ്ടം, അല്ലാതെ അദ്ദേഹം ചെയ്യുന്ന പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമാണെന്ന് അവിടെ വരുന്നില്ല എന്ന് അപ്പോൾ തന്നെ അഖിൽ മാരാർ തിരിച്ചു കൊട്ടുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടും കൊടുത്തും ഇവർ മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.